ലിനക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ചു പേർക്കെങ്കിലും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു പേരാണ് ലിനസ് ടോർവാൾഡ്സിൻ്റേത്. ഇന്ന് നാം കാണുന്നതും നമുക്ക് അറിയാവുന്നതുമായ ലിനക്സിൻ്റെ ആദ്യ പതിപ്പായ വെർഷൻ 0.01 1991 സെപ്റ്റംബറിൽ ടോർവാൾഡ്സ് റിലീസ് ചെയ്തു. എന്നാൽ ഇതിന് വഴിയൊരുക്കിയതും ടോർവാൾഡ്സിന് തൻ്റെ ലിനക്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായമായതും അല്ലെങ്കിൽ വഴിത്തിരിവായതുമായ ഒരുപാട് കാര്യങ്ങൾ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചരിത്രത്തിലേക്കും ലിനക്സിൻ്റെ ഹിസ്റ്ററിയിൽ വിട്ടുപോകാൻ പാടില്ലാത്തതുമായ കുറച്ചുപേരെക്കുറിച്ചും നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കാം. വർഷം 1964. MIT, GE, ബെൽ ലാബ്സ് എന്നിങ്ങനെയുള്ള 3 ടെക് ജയന്റ് കമ്പനീസ് ഒരുമിച്ച് ചേർന്ന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോജക്റ്റിന് തുടക്കമിട്ടു. അതിൻ്റെ പേരായിരുന്നു മൾട്ടിക്സ്. ഒരുപക്ഷെ അന്ന് ഇങ്ങനെ ഒരു കാര്യം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം കാണുന്ന ലിനക്സ് ഉണ്ടാകില്ലായിരുന്നു, അല്ലെങ്കിൽ അത് മറ്റ് എന്തെങ്കിലും ആയി പോകുമായിരുന്നു. അപ്പോൾ ഈ മൾട്ടിക്സ് എന്ന് പറയുന്ന OS ഡെവലപ്പ് ചെയ്തത് ജിയുടെ അക്കാലത്തുണ്ടായിരുന്ന 645 എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ ചുരുക്കം മൾട്ടി പ്രോസസർ കേപ്പബിലിറ്റി ഉള്ള സിസ്റ്റംസിൽ ഒന്നായിരുന്നു മൾട്ടിക്സ്. ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സവിശേഷതകൾ മൾട്ടിക്സിനുണ്ടായിരുന്നു. അങ്ങനെ മൾട്ടിക്സിൻ്റെ പ്രോജക്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 1996 കെൻ തോംസണും 1967 ഡെന്നിസ് റിച്ചിയും ബെൽ ലാബ്സിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അവർ ഒരുമിച്ചായിരുന്നു മൾട്ടിക്സ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഈ മൾട്ടിക്സ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കെൻ തോംസൺ 2 കാര്യങ്ങൾ കൂടി ക്രിയേറ്റ് ചെയ്തു. ഒന്ന്, ബോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. 2, സ്പേസ് ട്രാവൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ഗെയിമും. ഈ സ്പേസ് ട്രാവൽ എന്ന് പറയുന്ന വീഡിയോ ഗെയിം ഇന്ന് നാം കാണുന്ന വീഡിയോ ഗെയിംസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ആദ്യകാലങ്ങളിലെ കൊമേഴ്ഷ്യൽ വീഡിയോ ഗെയിം ഇൻഡസ്ട്രിയൊക്കെ ഡെവലപ്പായി വരുന്നതിന് ഒരുപാട് മുൻപായിരുന്നു ബെൽ ലാബ്സിൽ വെച്ചിട്ട് കെൻ തോംസൺ സ്പേസ് ട്രാവൽ ക്രിയേറ്റ് ചെയ്തത്. സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു 2 ഡയമെൻഷണൽ മോഡലും അതിൽ നമ്മുടെ സ്പേസ് ഷിപ്പിനെ കുറേ പ്ലാനറ്റ്സിലും മൂൺസിലുമൊക്കെ ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഈ പറഞ്ഞ സ്പേസ് ട്രാവൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഗെയിമിൻ്റെ തീം എന്ന് നമുക്ക് പറയാം. സ്പേസ് ഷിപ്പിൻ്റെ സ്പീഡും പൊസിഷനും ഒക്കെ പ്ലെയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെയായിരുന്നു കെൻ തോംസൺ ഇത് ഡെവലപ്പ് ചെയ്തത്. കെൻ തോംസന് ഈ ഒരു വീഡിയോ ഗെയിം ഒരു അഡിക്ഷൻ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം തൻ്റെ ഫ്രീ ടൈമിൽ എല്ലാം അതിൻ്റെ ഡെവലപ്മെൻറ്റിലായിരുന്നു ആ കാലത്ത് കെൻ തോംസൺ കൂടുതൽ സമയം ചെലവിട്ടിരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുവിധം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1969 കുറച്ച് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ആ കാലത്തുണ്ടായിരുന്ന മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോജക്ട്സുമായിട്ട് കമ്പയർ ചെയ്താൽ മൾട്ടിക്സിൻ്റെ പ്രോഗ്രാമിങ്ങും മറ്റ് ഫീച്ചേഴ്സും എല്ലാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു മൾട്ടിക്സിൻ്റേത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്തിരുന്ന ഡെവലപ്പേഴ്സ് നാച്ചുറലി പലരും മടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെ ബെൽ ലാബ്സിൽ മൾട്ടിക്സ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരുന്ന പലരും ക്വിറ്റ് ചെയ്തു പോകാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് കെൻ തോംസൺ, അതുപോലെ ഡെന്നിസ് റിച്ചി, പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡഗ്ലസ് മക്രോയ്, ജോ ഒസന്ന എന്നിവരും ക്വിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം 1969 തന്നെ ബെൽ ലാബ്സ് ഈ മൾട്ടിക്സ് പ്രോജക്റ്റിൽ നിന്നും വിഡ്രോ ചെയ്തു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു പ്രോബ്ലം കെൻ തോംസന് സംഭവിച്ചത്. ബെൽ ലാബ്സ് മൾട്ടിക്സ് പ്രോജക്റ്റിൽ നിന്നും പുൾ ഔട്ട് ചെയ്തപ്പോൾ കെൻ തോംസന് തൻ്റെ സ്പേസ് ട്രാവൽ വീഡിയോ ഗെയിം പ്രോജക്റ്റ് പിന്നെ മൾട്ടിക്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെയായി. സ്പേസ് ട്രാവൽ ഗെയിം പ്ലേ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി കെൻ തോംസൺ ചെയ്തത് മൾട്ടിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി എഴുതിയിരുന്ന പ്രോഗ്രാം ഫോർട്ടാൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുക എന്നതായിരുന്നു. കാരണം ഫോർട്ടാനിലേക്ക് മാറ്റി എഴുതിയാൽ അത് GE 635 കമ്പ്യൂട്ടറിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള GCOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ സ്പേസ് ട്രാവൽ ഫോർട്ടാനിലേക്ക് മാറ്റി എഴുതി GE 635 കമ്പ്യൂട്ടറിൽ കളിക്കാൻ ട്രൈ ചെയ്ത് തുടങ്ങി. GE 635 കമ്പ്യൂട്ടർ ഓൾറെഡി ബെൽ ലാബ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. പക്ഷെ പ്രാക്ടിക്കലി കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. കാരണം GE 635 എന്ന കമ്പ്യൂട്ടർ ഒരു ഇൻട്രാക്റ്റീവ് ബാച്ച് മോഡൽ, ഒരു ബാച്ച് പ്രോസസ്സിംഗ് മോഡലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓരോ ഇൻസ്ട്രക്ഷനും ഇതിന് കൊടുത്തിട്ട് ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ആ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പേസ് ട്രാവൽ ഗെയിമിലെ സ്പേസ് ഷിപ്പ് ഒന്ന് മൂവ് ചെയ്യുന്നതിനുള്ളൊരു കമാൻഡ് കൊടുത്താൽ കുറേ ടൈം കഴിഞ്ഞിട്ടായിരിക്കും അത് മൂവ് ആകുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി GE 635 ഈ ഗെയിം കളിക്കുക എന്നത് നടക്കാത്ത കാര്യമാണെന്ന് കെൻ തോംസന് മനസ്സിലായി. അപ്പോൾ പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി PDP-10 എന്ന ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി കെൻ തോംസൺ ബെൽ ലാബ്സിന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ PDP-10 അപ്പോൾ തന്നെ ഏകദേശം $1,20,000 ആയിരുന്നു വില.
ഇപ്പോൾ ബെൽ ലാബ്സ് കെൻ തോംസൻ്റെ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്തില്ല. കാരണം വീണ്ടും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോജക്റ്റിന് വേണ്ടി പൈസ മുടക്കാൻ അവർ ഉടനെ തയ്യാറായിരുന്നില്ല. കാരണം കുറച്ച് മുൻപാണ് മൾട്ടിക്സ് എന്ന പ്രോജക്റ്റിൽ നിന്ന് ബെൽ ലാബ്സ് വിത്ഡ്രോ ചെയ്ത് നിന്നത്. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും അതുപോലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോജക്റ്റിന് പൈസ മുടക്കാൻ സ്വാഭാവികമായിട്ടും അവർ തയ്യാറായില്ല. പക്ഷേ കെൻ തോംസൻ്റെ ഭാഗ്യത്തിന് അടുത്തുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു യൂസ്ഡ് ആയിട്ടുള്ള PDP-7 കമ്പ്യൂട്ടർ കിട്ടുകയും അത് ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ കെൻ തോംസൺ PDP-7 സ്പേസ് ട്രാവൽ ഗെയിം പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ തവണ തോംസൺ എല്ലാം പുതിയതായി ചെയ്തു തുടങ്ങി. അതായത് മുൻപ് സ്പേസ് ട്രാവൽ GE635 പോർട്ട് ചെയ്തപ്പോൾ യൂസ് ചെയ്ത കോഡൊന്നും ഇപ്പോൾ യൂസ് ചെയ്തില്ല. ബേസ് കോഡ് ലൈബ്രറീസും അരിത്തമാറ്റിക് സബ്സിസ്റ്റംസും ഗ്രാഫിക്സ് സബ്സിസ്റ്റംസും എല്ലാം ഫ്രം ദി സ്ക്രാച്ച് കോഡ് ചെയ്തു. ഇതെല്ലാം അവസാനം ഡയറക്റ്റായിട്ട് PDP-7 വർക്ക് ചെയ്യുന്നത് പോലെ അസംബ്ലി ലാംഗ്വേജിൽ കോഡ് ചെയ്തു. അങ്ങനെ അവസാനം സ്പേസ് ട്രാവൽ PDP-7 വർക്ക് ചെയ്തു. പക്ഷേ അപ്പോഴും സ്ലോ തന്നെയായിരുന്നു. അപ്പോൾ ഗെയിം കൂടുതൽ സ്മൂത്ത് ആകുന്നതിന് വേണ്ടിയിട്ട് തോംസൺ പുതിയൊരു ഫയൽ സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തു തുടങ്ങി. അങ്ങനെ അവസാനം ഡെന്നിസ് റിച്ചിയുടെയും റെഡ് കാനഡയുടെയും ഹെൽപ്പോട് കൂടി സ്വന്തമായി പുതിയൊരു ഫയൽ സിസ്റ്റം തോംസൺ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇതിനോടൊപ്പം കുറേ പുതിയ കോൺസെപ്റ്റ്സും ചെറിയ ചില യൂട്ടിലിറ്റി പ്രോഗ്രാംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്പേസ് ട്രാവൽ ഗെയിം PDP-7 കംപ്ലീറ്റ് പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അറിഞ്ഞോ അറിയാതെയോ ഒരു ഫുൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ തോംസൺ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞിരുന്നു. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ തന്നെയുള്ള മറ്റ് യൂസേഴ്സിനിടയ്ക്ക് സ്പ്രെഡ് ആവുകയും 1970 അത് യുണിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറുകയും ചെയ്തു. 1970 ബ്രാൻഡ് കണ്ണിഗൻ എന്ന കനേഡിയൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് യുണിക്സ് എന്ന പേര് തോംസൺ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സജസ്റ്റ് ചെയ്തത്. 1970 യുണിക്സിൻ്റെ വർഷങ്ങൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഈ കാലയളവിലെല്ലാം കെൻ തോംസണും ഡെന്നിസ് റിച്ചിയും യുണിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു സമയം ചെലവിട്ടിരുന്നത്. 1975 ആയപ്പോഴേക്കും കെൻ തോംസൺ ബെൽ ലാബ്സിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു. എന്നിട്ട് താൻ മുൻപ് പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലിയിൽ പോയി. എന്നിട്ട് അവിടെയുള്ള PDP-11 മെഷീനിൽ യുണിക്സിൻ്റെ വെർഷൻ 6 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അവിടെ അന്ന് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത യുണിക്സ് അവർ തന്നെ സ്വന്തമായിട്ട് മെയിൻ്റനൻസും ഫർദർ ഡെവലപ്മെൻറ്റും എല്ലാം ചെയ്യുകയും അത് പിന്നീട് അവരുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ബെർക്ലി സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ BSD എന്ന് അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ 1977 BSD എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജനിക്കപ്പെട്ടു. പക്ഷേ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മറ്റൊരു പ്രശ്നം ഉണ്ടായി. അത് ഒരു നിയമപ്രശ്നമായിരുന്നു. BSD ഉണ്ടായത് ലിനക്സിൽ നിന്നുമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതായത് യുണിക്സിൻ്റെ 6th വെർഷനിൽ നിന്നും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BSDയിൽ യുണിക്സിൻ്റെ കോഡ് ഒരുപാട് ഉണ്ടായിരുന്നു. യുണിക്സ് ആണെങ്കിലോ അപ്പോൾ ഓൺ ചെയ്യുന്നത് AT&T അല്ലെങ്കിൽ ബെൽ ലാബ്സും. അങ്ങനെ 1990 AT&T യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയക്കെതിരായിട്ട് ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തു. ഈ ഒരു പ്രശ്നം BSDയുടെ ഫർദർ ഡെവലപ്മെൻറ്റിനെ സാരമായി തന്നെ ബാധിച്ചു. യുണിക്സിൻ്റെ കോഡ് ഉപയോഗിക്കുകയും മോഡിഫിക്കേഷൻസ് വരുത്തി പുതിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നവർക്കെതിരെ എല്ലാം തന്നെ AT&T നിയമപരമായ ലോ സ്യൂട്ട്സ് ഫയൽ ചെയ്തു അക്കാലത്ത്. അങ്ങനെ ആകെ ഒരു സുഖമില്ലാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ ഈ ഒരു സൈഡിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ 1983 റിച്ചാർഡ് സ്റ്റോൾമാൻ എന്ന ഒരു അമേരിക്കൻ പ്രോഗ്രാമർ GNU എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. GNUവിൻ്റെ ഫുൾ ഫോം GNU ഈസ് നോട്ട് യുണിക്സ് എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ GNUവിൻ്റെ ഗോൾ യുണിക്സ് പോലത്തെ എന്നാൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നായിരുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാം അവകാശം ഉണ്ടായിരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം നിയമപരമായ സാധ്യത ഉണ്ടാകുന്നതിന് വേണ്ടി റിച്ചാർഡ് സ്റ്റോൾമാൻ GNU ജനറൽ പബ്ലിക് ലൈസൻസ് അല്ലെങ്കിൽ GPL എന്ന ഒരു ലൈസൻസ് ഉണ്ടാക്കി. അങ്ങനെ 1990 ആദ്യം തന്നെ GNU പ്രോജക്റ്റിൽ ഒരു ഫുൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് റെഡിയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമായ ഒരുപാട് സോഫ്റ്റ്വെയർസ് GNU പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ ഉണ്ടായെങ്കിലും ഒരു പോരായ്മ ഉണ്ടായിരുന്നത് അതിൻ്റെ കേണലിൽ ആയിരുന്നു. ഈ GNUവിൻ്റെ കേണലിനെ ഹേർഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഹേർഡിൽ കൂടുതൽ ഡെവലപ്മെൻ്റ് ഒന്നും നടന്നില്ല എക്സ്പെക്റ്റ് ചെയ്തതുപോലെ. അതുകൊണ്ട് തന്നെ മറ്റ് സോഫ്റ്റ്വെയർസ് എല്ലാം ആവശ്യത്തിന് ഡെവലപ്പായിട്ടും GNU പ്രോജക്റ്റ് ഇൻകംപ്ലീറ്റ് ആയി തന്നെ നിന്നു. പിന്നീട് 1985 ഇൻ്റൽ കോർപ്പറേഷൻ 80386 എന്ന ഫസ്റ്റ് x86 മൈക്രോ പ്രോസസ്സർ 32-bit ഇൻസ്ട്രക്ഷൻ സെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് x86 പ്രോസസ്സർ റിലീസ് ചെയ്തു. പിന്നെ 1986 AT&T ബെൽ ലാബ്സിൽ വർക്ക് ചെയ്തിരുന്ന മോറിസ് ജെ ബാക്ക് എന്ന എഞ്ചിനീയർ ഡിസൈൻ ഓഫ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം
എന്ന പബ്ലിഷിംഗ് റിലീസ് ചെയ്തു. 1987 മിനിക്സ് എന്ന് പറയുന്ന യുണിക്സ് പോലെയുള്ള മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അക്കാഡമിക് പർപ്പസസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രൂ എസ് ടെൻബോം റിലീസ് ചെയ്തു. അങ്ങനെ 1987 മിനിക്സിൻ്റെ ഫസ്റ്റ് വെർഷൻ റിലീസ് ചെയ്തു. അപ്പോൾ ഈ മിനിക്സിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡ് പഠിക്കുന്നതിനും റിസർച്ച് പർപ്പസിനും എല്ലാം വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. സോഴ്സ് കോഡ് പഠിക്കുന്നതിന് അവൈലബിൾ ആയിരുന്നെങ്കിലും അത് മോഡിഫൈ ചെയ്തു റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കാലത്ത് ഇറങ്ങിയിരുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ഇൻ്റലിൻ്റെ 32-ബിറ്റ് പ്രോസറായ 80386 ആയിരുന്നു. പക്ഷേ മിനിക്സിൽ 16-ബിറ്റ് സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും മിനിക്സിനെ അന്നത്തെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നതിനുള്ള വലിയ തടസ്സമായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ യുണിക്സ് OS പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുക എന്നത് അന്ന് പ്രൈവറ്റ് യൂസേഴ്സിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യവുമായിരുന്നു. 1991 ഇനി പറയുന്ന കാര്യങ്ങൾ നടന്നത്. ഫിൻലാൻഡിലുള്ള ഹെൽസിൻകി യൂണിവേഴ്സിറ്റിയിലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റായിരുന്നു ലിനസ് ടോർവാൾഡ്സ്. ആ സമയത്ത് ടോർവാൾഡ്സ് ഒരു പുതിയ പേഴ്സണൽ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു. അതിൽ ഇൻ്റലിൻ്റെ അക്കാലത്ത് ഏറ്റവും ഫേമസ് ആയിരുന്ന 80386 32-ബിറ്റ് ആയിരുന്നു പ്രോസസ്സർ. അപ്പോൾ ടോർവാൾഡ്സ് അപ്പോൾ ആ PC-യിൽ യൂസ് ചെയ്യുന്നത് മിനിക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ മിനിക്സ് ഒരു 16-ബിറ്റ് ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 80386 പ്രോസസ്സറിൻ്റെ ഫുൾ ക്യാപ്പബിലിറ്റീസ് മിനിക്സിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ 1991 ഓഗസ്റ്റിൽ ടോർവാൾഡ്സ് പുതിയൊരു കേണൽ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, 80386 ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം ഡിവൈസ് ഡ്രൈവേഴ്സും ഹാർഡ് ഡ്രൈവ് ആക്സസുമായിരുന്നു ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ സെപ്റ്റംബറോടുകൂടി ആദ്യത്തെ വെർഷൻ റിലീസ് ചെയ്തു. വെർഷൻ 0.01 എന്നായിരുന്നു അതിന് പേരിട്ടത്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത കേണലും GNU സിസ്റ്റവും ആയി കമ്പൈൻ ചെയ്താണ് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ GNU ലിനക്സ് ഉണ്ടായത്. ആദ്യമായിട്ട് GNU പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് നിന്ന് പോകാനുള്ള കാരണം അതിൻ്റെ കേണൽ ഡെവലപ്മെൻറ്റ് കാര്യമായി നടക്കാത്തതാണെന്ന് നമ്മൾ മുൻപ് കണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ലിനക്സ് എന്ന കേണൽ ടോർവാൾഡ്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ അത് മറ്റ് GNU പ്രോഗ്രാംസുമായി കമ്പൈൻ ചെയ്തു നല്ല ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകാൻ അവർക്ക് സാധിച്ചു. അത് ഇരു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ലിനക്സിൻ്റെ ഫസ്റ്റ് വെർഷൻ 0.01 ഒരു ഫ്രീ വെർഷൻ ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ യൂസ് ചെയ്തിരുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ GNUവിൻ്റെ GPL ലൈസൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഫ്രീ സോഫ്റ്റ്വെയർസ് ആയിരുന്നു. പക്ഷേ 1992 0.99 വെർഷൻ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ടോർവാൾഡ്സ് തന്നെ ലിനക്സ് കേണലും GPL ലൈസൻസിൻ്റെ അണ്ടറിൽ റിലീസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ലിനക്സും GNU ഡെവലപ്പേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്തു. GNU കമ്പോണൻസിനെ ലിനക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫുള്ളി ഫങ്ഷണൽ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് എടുത്തു. ലിനസ് ടോർവാൾഡ്സ് തൻ്റെ ഇൻവെൻഷന് ആദ്യം ഇടാൻ പ്ലാൻ ചെയ്തിരുന്ന പേര് ഫ്രീക്സ് എന്നായിരുന്നു. അപ്പോൾ വർക്ക് തുടങ്ങിയപ്പോൾ തൻ്റെ PC-യിൽ ഫയൽസ് എല്ലാം കീപ്പ് ചെയ്തിരുന്നത് ഫ്രീക്സ് എന്ന ഒരു ഫോൾഡറിലായിരുന്നു. പക്ഷേ അതിനു മുൻപ് ആക്ച്വലി ടോർവാൾഡ്സ് ലിനക്സ് എന്ന നെയിം കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ അത് സ്വന്തം നെയിമുമായി സാമ്യമുള്ളതുകൊണ്ട് കൂടുതൽ സെൽഫ് സെൻറ്റേർഡായി പോകുമെന്നുള്ളതുകൊണ്ടും വേണ്ടാന്ന് വെക്കുകയായിരുന്നു ആക്ച്വലി. പിന്നീട് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ടൈമിൽ ഫയൽസ് എല്ലാം ഹെൽസിൻകി യൂണിവേഴ്സിറ്റിയിലെ ഒരു FTP സെർവറിൽ ഫ്രീക്സ് എന്ന് തന്നെ പേരുള്ള ഒരു ഫോൾഡറിൽ ടോർവാൾഡ്സ് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള FTP സെർവറിൻ്റെ ചാർജുള്ള ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പേര് എരി ലെംകെ, പുള്ളിക്കാരന് ഫ്രീക്സ് എന്ന പേര് ഒരു പ്രോജക്റ്റിന് നല്ലതായിട്ട് തോന്നിയില്ല, ഈ ഒരു പ്രോജക്റ്റിന് നല്ലതായിട്ട് തോന്നിയില്ല. പുള്ളിക്കാരൻ ആ ഫോൾഡർ റീനെയിം ചെയ്തു ലിനക്സ് എന്ന് ആക്കി, ടോർവാൾഡ്സിനോട് ചോദിക്കാതെ തന്നെ. അപ്പോൾ എരി ലെംകെ ടോർവാൾഡ്സിനോട് ചോദിക്കാതെ പേര് മാറ്റിയത് ശരിയല്ലായിരുന്നുവെങ്കിലും പിന്നീട് ടോർവാൾഡ്സ് ആ ഒരു ചേഞ്ച് സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ ലിനക്സ് എന്ന പേര് ടോർവാൾഡ്സ് ആദ്യം യൂസ് ചെയ്തിരുന്നത് താൻ ഡെവലപ്പ് ചെയ്തിരുന്ന കേണലിന് മാത്രമായിരുന്നു. പക്ഷേ ലിനക്സ് കേണൽ എപ്പോഴും യൂസ് ചെയ്തിരുന്നതിൽ GNUവിൻ്റെ മറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ ഒപ്പമായിരുന്നു, അതുപോലെ തിരിച്ചും. അങ്ങനെ കാലക്രമേണ ആളുകൾ GNU ലിനക്സിനെ കോമൺ ആയിട്ട് ലിനക്സ് എന്ന് മാത്രം വിളിച്ചു തുടങ്ങി. പക്ഷേ ലിനക്സ് എന്ന് മാത്രം പറഞ്ഞാൽ കേണൽ മാത്രമാണ് എന്നുള്ളതാണ് കറക്റ്റ് ഇപ്പോഴും. ഇപ്പോൾ GNU പ്ലസ് ലിനക്സ് ആകുമ്പോഴേ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകുന്നുള്ളൂ, അതായത് GNU ലിനക്സ്. 1990-കളിൽ എല്ലാം ലിനക്സ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസ് ആയ വെബ് ഹോസ്റ്റിംഗ്, നെറ്റ്വർക്കിംഗ്, ഡേറ്റാബേസ് എന്നിങ്ങനെ ഉള്ളയിടത്ത് എല്ലാം യൂസ് ചെയ്തു ലിനക്സ് പ്രൊഡക്ഷൻ റെഡിയാണെന്ന് പ്രൂവ് ചെയ്തു. 1999 ലിനക്സിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് ആയ കേർണൽ വെർഷൻ 2.2 റിലീസ് ചെയ്തു. ഇപ്പോൾ 2000 ആയപ്പോഴേക്കും മിക്കവാറും ഉള്ള വലിയ കമ്പനീസ് എല്ലാം ലിനക്സിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം യുണിക്സിൻ്റെ ലോകത്ത് അന്നുവരെ നടന്നുകൊണ്ടിരുന്ന പല നിയമപരമായ പ്രശ്നങ്ങൾക്കും ലിനക്സ് ഒരു പരിഹാരമായിരുന്നു. ഇപ്പോൾ 2001 അടുത്ത കേണൽ വെർഷൻ 2.4 റിലീസ് ചെയ്തു.
ഇപ്പോൾ ഇൻ്റലിൻ്റെ 64-ബിറ്റ് ഇറ്റാനിയം പ്രോസസ്സറിന് സപ്പോർട്ട് നൽകിക്കൊണ്ടായിരുന്നു ഈ വെർഷൻ റിലീസ് ചെയ്തത്. ലിനക്സ് ടോർവാൾഡ്സ് ലിനക്സിൻ്റെ കേണൽ റിലീസ് മാനേജറായി തന്നെ വർക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ലിനക്സ് ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കമ്പനിയിലും ജോയിൻ ചെയ്തില്ല. കാരണം അങ്ങനെ ഒരു കമ്പനിയിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്താൽ അവരോട് മാത്രം കാണിക്കുന്ന ഒരു ഫേവററ്റിസം ആയി പോകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ അതിന് പകരം ടോർവാൾഡ്സ് ചെയ്തത് ട്രാൻസ്മെറ്റ എന്നൊരു മൊബൈൽ കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു, അവിടെ ഹെൽപ്പ് ചെയ്തു. കൂടാതെ തൻ്റെ സ്വന്തം വീട് തന്നെ ഒരു ഓപ്പൺ സോഴ്സ് ഡെവലപ്മെൻറ്റ് ലാബായിട്ട് മാറ്റി OSDL എന്ന പേര് നൽകി. അത് പിന്നീട് ലിനക്സ് ഫൗണ്ടേഷനുമായിട്ട് മെർജ് ചെയ്തു. അപ്പോൾ ഇതാണ് ലിനക്സിൻ്റെ ബ്രീഫായിട്ടുള്ളൊരു ഹിസ്റ്ററി. ചുരുങ്ങിയ സമയം കൊണ്ട് വർഷങ്ങൾ നടന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പലതും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയയാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ലിനക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കാരണമായ എല്ലാവരെയും മനസ്സിൽ ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെഷൻ മുതൽ ലിനക്സ് കേണൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു തുടങ്ങാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനിടയ്ക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ലിനക്സിൻ്റെ ഹിസ്റ്ററി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ലിനക്സ് ടെക്നോളജി എന്തെങ്കിലുമൊക്കെ സബ്ജക്ട്സ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്കും നിങ്ങളുടെ ജൂനിയേഴ്സിനിടയ്ക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഇതൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും, തിരിച്ച് നമ്മുടെ ചാനലിലും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷൻ മുതൽ ലിനക്സ് കേണൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുമെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു തുടങ്ങാം. ബൈ ഫ്രണ്ട്സ്. Hello, this is Linus Torvalds and I pronounce Linux as Linux.